എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. പക്ഷെ അടുത്ത കുറിച്ച് രണ്ടു വാക്ക് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. ഒന്നും അവസരം കിട്ടിയില്ല, മുമ്പ് കിട്ടിയ അവസരങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ശരി ശരി. അയ്യോ മാഡം പോകുന്നതിൽ എല്ലാവർക്കും വിഷമമുള്ളത് പോലെ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. മാഡത്തിന്റെ ചിരിച്ച ഫേസാണ് അവിടെ എല്ലാവരും കണ്ടിട്ടുള്ളത്. മാഡം ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കില്ല. മാഡം ഒരു ഡിഫക്റ്റ് പറയുന്നത് പോലും ചിരിച്ചുകൊണ്ടാണ്. മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതും ചിരിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് ആർക്കും മാഡത്തിനോട് ദേഷ്യം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അഡ്വക്കേറ്റ് ഒന്നും ക്ലയന്റ് ഒന്നും അല്ല. എല്ലാവരോടും ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ മാഡത്തെ കണ്ട് നമ്മൾ കുറെ പഠിക്കാണ്ട്. സുമേഷ് അക്ഷനും നിശ്ചയിച്ചൊക്കെ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ മാഡത്തെ റോൾ മോഡൽ ആക്കണം എന്നൊക്കെ. അത് വർക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയും അങ്ങനെയാണ്. മാഡത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടെ ഉള്ളവരൊക്കെ കംഫർട്ട് സോണിലാക്കി നല്ല കംഫർട്ട് സോണിൽ ഇരുത്തും എന്നതാണ്. എനിക്ക് മാഡത്തിനോട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, സിസ്റ്ററി ഫീൽ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നുള്ളത്. എന്തായാലും മാഡത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനി പോകുന്നിടത്തും ഇതുപോലെ ഹാപ്പി വർക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ പോലെ നല്ലൊരു താങ്ക് യു സോ മച്ച്. മിസ് യു മാം.